ഫ്രണ്ട്സ്, ഇന്നിവിടെ പറയാൻ പോകുന്നത് നാച്ചുറൽ ജോയിൻ ഓപ്പറേഷൻ എന്താണ്. ജോയിൻ എന്ന് പറഞ്ഞാൽ കമ്പൈൻ ചെയ്യുക. അതായത് ജോയിൻ എന്ന് പറഞ്ഞാൽ രണ്ട് ടേബിൾസിലെ കോളംസിനെ കമ്പൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഓപ്പറേഷനാണ് ജോയിൻ ഓപ്പറേഷൻ. എ നാച്ചുറൽ ജോയിൻ ഓപ്പറേഷൻ ഈസ് എ ജോയിൻ ഓപ്പറേഷൻ that creates an implicit join clause for you based on the common columns in the two tables being joined. Common columns are columns that have the same name in both tables. അതായത് നാച്ചുറൽ ജോയിൻ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് ടേബിളിലെ ലെഫ്റ്റ് ടേബിളും റൈറ്റ് ടേബിളും ഉണ്ടെങ്കിൽ രണ്ട് ടേബിളിലും കോമൺ കോളം വരുന്നുണ്ടെങ്കിൽ, കോമൺ കോളം എന്ന് പറഞ്ഞാൽ സെയിം നെയിം, രണ്ട് കോളംസിലും സെയിം നെയിമാണ് വരുന്നത് വെച്ചാൽ ആ രണ്ട് ടേബിളിലെയും കോളത്തെ ഒറ്റ കോളമാക്കി മാറ്റാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഓപ്പറേഷനാണ് ജോയിൻ ഓപ്പറേഷൻ. അപ്പം ഈ ജോയിൻ ഓപ്പറേഷനിൽ നാച്ചുറൽ ജോയിൻ ഓപ്പറേഷനാണ് നമ്മൾ രണ്ട് കോമൺ കോളംസിനെ കമ്പൈൻ ചെയ്യാൻ വേണ്ടി ജോയിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. എ നാച്ചുറൽ ജോയിൻ ക്യാൻ ബി ഇന്നർ ജോയിൻ ആയിരിക്കാം, ലെഫ്റ്റ് ഔട്ടർ ജോയിൻ ആയിരിക്കാം, അല്ലെങ്കിൽ റൈറ്റ് ഔട്ടർ ജോയിൻ ആയിരിക്കാം. ദ ഡിഫോൾട്ട് ഈസ് ഇന്നർ ജോയിൻ. If the select statement in which the natural join operation appears has an asterisk in the select list, the asterisk will be expanded to the following list of columns. അപ്പോൾ നമ്മൾ സെലക്ട് സ്റ്റേറ്റ്മെൻറ്റിൽ നാച്ചുറൽ ജോയിൻ ഓപ്പറേഷൻ ഉപയോഗിക്കുമ്പോൾ ആസ്റ്ററിക് സൈൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഫോളോയിങ് കോളംസിന് കൂടി അതെന്ത് ചെയ്യും, ഫോളോയിങ് കോളംസിലേക്ക് കൂടി അത് എക്സ്പാൻഡ് ചെയ്യും. അപ്പോൾ ഏതൊക്കെ കോളംസിലേക്കാണെന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഓൾ ദ കോമൺ കോളംസ്, എല്ലാ കോമൺ കോളംസിനെയും അത് പരിഗണിക്കും. എവരി കോളം ഇൻ ദ ഫസ്റ്റ് ലെഫ്റ്റ് ടേബിൾ ദാറ്റ് ഈസ് നോട്ട് എ കോമൺ കോളം. ഇനി അത് കോമൺ കോളം അല്ലെങ്കിൽ ഫസ്റ്റ് ടേബിൾ, അതായത് ലെഫ്റ്റിലെ ടേബിളിലെ എല്ലാ കോളംസിനെയും അത് ആ സൈൻ ആസ്റ്ററിക് സൈൻ ഉണ്ടെങ്കിൽ അത് പ്രിസേർവ് ചെയ്യും. എവരി കോളം ഇൻ ദ സെക്കൻഡ് റൈറ്റ് ടേബിൾ ദാറ്റ് ഈസ് നോട്ട് എ കോമൺ കോളം. പിന്നെ എല്ലാ കോളം സെക്കൻഡ്, അതായത് രണ്ടാമത്തെ ടേബിളിലുള്ള എല്ലാ കോമൺ കോളവും എല്ലാ കോളംസിലേക്കും അത് എക്സ്പാൻഡ് ചെയ്യും. An asterisk qualified by a table name, for example countries star, will be expanded to every column of that table that is not a common column. An asterisk qualified by a table name, ഒരു ടേബിൾ നെയിമിൻ്റെ കൂടെ ആസ്റ്ററിക് സൈൻ ഉപയോഗിക്കുകയാണെങ്കിൽ വിൽ ബി എക്സ്പാൻഡ് ടു എവരി കോളം ദാറ്റ് ടേബിൾ ഇസ് നോട്ട് എ കോമൺ കോളം. അത് എല്ലാ കോളംസിനെയും അതെന്ത് ചെയ്യും, എക്സ്പാൻഡ് ചെയ്യും. അതൊരു കോമൺ കോളം ആവണമെന്നില്ല. If a common column is referred without being qualified by a table name, the column reference points to the columns in the first left table if the join is an inner join or a left outer join. എന്താണ് പറഞ്ഞത്? If a common column is referenced without being qualified by a table name. അപ്പോൾ കോമൺ കോളത്തിനെ റെഫർ ചെയ്യുന്നത് ഒരു ടേബിൾ നെയിം കൂടാതെയാണെങ്കിൽ the column reference points to the column in the first left table if the join is inner join. ലെഫ്റ്റ് ഔട്ടർ ജോയിനും ഇന്നർ ജോയിനും ആണെങ്കിൽ ഫസ്റ്റ് ലെഫ്റ്റ് ഔട്ടർ ടേബിളിലെ കോളംസിനെയാണ് അത് റെഫർ ചെയ്യുക. If the right outer join unqualified references to a common column point to the column in the second right table. ഇനി റൈറ്റ് ഔട്ടർ ജോയിൻ ആണെങ്കിൽ അത് റെഫർ ചെയ്യുന്നത് കോമൺ കോളം പോയിന്റ് ടു ദ കോളം ഇൻ ദ സെക്കൻഡ് റൈറ്റ് ടേബിൾ, സെക്കൻഡ് കോളത്തിലെ കോളംസിനെയാണ് അത് റെഫർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ സിൻടാക്സ് ഒന്ന് നോക്കാം. നാച്ചുറൽ, അതായത് ലെഫ്റ്റ് റൈറ്റ് ഔട്ടർ ഇന്നർ, ഇതാണ് നാച്ചുറൽ ജോയിൻ ഓപ്പറേഷനിൽ വരുന്നത്. ഓപ്പറേഷൻസ് നാച്ചുറൽ ജോയിൻ ഓപ്പറേഷൻ: ലെഫ്റ്റ് ജോയിൻ, റൈറ്റ് ജോയിൻ, ഔട്ടർ ജോയിൻ, ഇന്നർ ജോയിൻ. പിന്നെ ടേബിൾ വ്യൂ, ഫങ്ഷൻ എക്സ്പ്രഷൻ, ടേബിൾ എക്സ്പ്രഷൻ, ഇതാണ് സിൻടാക്സ്. ഇനി നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് നോക്കാം.
If the tables countries and cities have two common columns named country and country ISO code, the following two select statements are equivalent. അതായത് രണ്ട് ടേബിൾ ഉണ്ട്, കൺട്രീസ് ആൻഡ് സിറ്റീസ് ഹാവ് ടു കോമൺ കോളംസ് നെയിം കൺട്രി ആൻഡ് കൺട്രി ISO കോഡ്. കൺട്രി എന്നും കൺട്രി ISO കോഡ് എന്നും എന്ന് പറഞ്ഞ രണ്ട് കോമൺ കോളംസ് രണ്ട് ടേബിൾസിനുണ്ടെങ്കിൽ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്, രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സും ഇക്വിവാലൻ്റ് ആണ്. ഇവിടെ കൊടുത്ത രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സും ഇക്വിവാലൻ്റ് ആണ്. സെലക്ട് സ്റ്റാർ ഫ്രം കൺട്രീസ് നാച്ചുറൽ ജോയിൻ സിറ്റീസ്. സെലക്ട് സ്റ്റാർ ഫ്രം കൺട്രീസ് ജോയിൻ സിറ്റീസ് യൂസിങ് കൺട്രി ISO കോഡ്. അപ്പം സെലക്ട് സ്റ്റാർ ഫ്രം കൺട്രീസ് നാച്ചുറൽ ജോയിൻ സിറ്റീസ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ജോയിൻ ആണ് നമ്മളിവിടെ ഉപയോഗിച്ചത്. അവിടെ ടേബിൾ നെയിം മാത്രമാണ് ഉപയോഗിച്ചത്. രണ്ടാമത്തേൽ നമ്മൾ ആ കോമൺ കോളംസിൻ്റെ പേര് റെഫർ ചെയ്തു. അവിടെ ടേബിൾ നെയിം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം ഇത് രണ്ടും ഇക്വിവാലൻ്റ് ആണ്. ജോയിൻ കോമൺ കോളംസ് ഇക്വിവാലൻ്റ്, കോമൺ കോളംസിനെ ജോയിൻ ചെയ്യുമ്പോൾ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ഇക്വിവാലൻ്റ് ആണ് എന്നാണ് പറഞ്ഞത്. ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റിൻ്റെയും നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും രണ്ടും ഒരേ റിസൾട്ടാണ് നൽകുക, ഇക്വിവാലൻ്റ് ആണ്. The following example is similar to the one above, but it also possesses unmatched rows from the first left table. അപ്പം ഇതിന് താഴെ കൊടുത്ത ഈ എക്സാമ്പിൾ ഇതും എന്താണ്, മുകളിൽ കൊടുത്തതിന് ഇക്വിവാലൻ്റ് ആണ്. പക്ഷേ എന്താണ്, ഇത് ഫസ്റ്റ് ടാബിളിലെ അൺമാച്ച്ഡ് റോസിനെ കൂടി പ്രിസർവ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. അതായത് സെലക്ട് സ്റ്റാർ ഫ്രം കൺട്രീസ് നാച്ചുറൽ ലെഫ്റ്റ് ജോയിൻ സിറ്റീസ്. സെലക്ട് സ്റ്റാർ ഫ്രം കൺട്രീസ്, അപ്പോൾ ഇത് ഏതൊക്കെ സെലക്ട് ചെയ്യുന്നു? കൺട്രീസിലെയും സിറ്റീസിലെയും കോമൺ കോളംസിനെ സെലക്ട് ചെയ്യുന്നതോടൊപ്പം അൺമാച്ച്ഡ് റോ കൂടി ഇത് പ്രിസർവ് ചെയ്യുന്നു എന്നെയാണ് വ്യത്യാസമുള്ളത്. ഓക്കെ.